കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരേ. നമസ്കാരം, ചിത്രകൂടത്തിലേക്ക് സ്വാഗതം. (1969) ജൂലൈ 25 കേരളത്തിലെ തിയേറ്ററുകളിൽ തിരശ്ശീല ഉയർന്നത് വെറുമൊരു ചിത്രത്തിനായിരുന്നില്ല. അത് ഒരു ആത്മദർശനമായിരുന്നു. മലയാള സിനിമ എന്നാൽ ഇങ്ങനെയൊക്കെ കൂടി ആകാം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷം. കടൽപ്പാലം. ആ ഒറ്റപ്പേരിൽ ഒരു കുടുംബത്തിൻ്റെ ദുരന്തമുണ്ട്, ഒരു പിതാവിൻ്റെ അഹന്തയുണ്ട്, മക്കളുടെ നിസ്സഹായതയുണ്ട്, ഒരു ഭൃത്യൻ്റെ നൈതികതയുണ്ട്, അതിനുമപ്പുറം ഒരു ചരിത്ര നിമിഷം കൂടിയുണ്ട്. ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ ഭാവി ഈ സിനിമയിൽ ആദ്യമായി മലയാളത്തിൽ ശബ്ദിച്ചു. ആ ശബ്ദത്തിൻ്റെ പേര് SP ബാലസുബ്രഹ്മണ്യം. കടൽപ്പാലം ആദ്യം ജനിച്ചത് ഒരു നാടകമായിട്ടായിരുന്നു. മലയാള നാടകരംഗത്ത് ഭൂകമ്പം സൃഷ്ടിച്ച KT മുഹമ്മദായിരുന്നു ഈ കഥയുടെ ശില്പി. 1940 പുറത്തിറങ്ങിയ പ്രേം നഗർ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ കഥയിൽ നിന്നാണ് ഈ സിനിമയുടെ ഉത്ഭവം. KT മുഹമ്മദ് അത് വെറുതെ പകർത്തിയതല്ല. അദ്ദേഹം ആ പ്രമേയത്തെ മലയാളത്തിൻ്റെ മണ്ണിൽ നട്ടു. കേരളീയ തറവാടിൻ്റെ ഭാഷയിൽ, ജീവിതത്തിൻ്റെ ഗന്ധത്തിൽ പുനർജനിപ്പിച്ചു. ആ നാടകം ഒരു ജനകീയ പ്രതിഭാസമായി മാറി. പിന്നീടത് KS സേതുമാധവൻ തിരശീലയിലേക്ക് കൊണ്ടുവന്നു. മഞ്ജുലാസ് ഫിലിംസ്, മലയാള സിനിമ ഏറെ സ്നേഹത്തോടെ പറയുന്ന ബാനർ. MO ജോസഫ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ സത്യനെ കൂടാതെ നസീർ, ജയഭാരതി, ഷീല, അടൂർ ഭാസി, ബഹദൂർ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. കടൽപ്പാലത്തിലെ കേന്ദ്ര കഥാപാത്രം നാരായണ കൈമൾ. എന്നാലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അവന് ഇപ്പോൾ ഒരു ഭാര്യയുടെ. പ്രൊഫഷനിൽ വിജയിച്ച ഒരു അഭിഭാഷകൻ, ഒരു കുടുംബനാഥൻ, എന്നാൽ ഒരു ഏകാധിപതി. കൈമൾ ഒരുതരം ധാർമ്മിക ഭ്രമത്തിൽ ജീവിക്കുന്നയാളാണ്. സ്വന്തം ആദർശങ്ങൾ മക്കളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ. ആ ശ്രമം സ്വാഭാവികമായി ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്നു. യാദൃച്ഛികമായി അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുന്നു. ഇവിടെ ഒരു ഇരുണ്ട വൈരുദ്ധ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ണുള്ളപ്പോൾ ജീവിതം കണ്ടില്ല, അന്ധനായിരുന്നപ്പോഴാണ് ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാൻ തുടങ്ങുന്നത്. തൻ്റെ വിശ്വസ്ത ഭൃത്യൻ അപ്പുവിലൂടെ കൈമൾ ലോകത്തെ വായിക്കാൻ തുടങ്ങുന്നു. ഇളയ മകൻ പ്രഭാകരൻ കർത്താവിനെ കണ്ട് ഇവിടം വരെ ഒന്ന് വരാൻ പറ. ഭൃത്യൻ്റെ മകളെ സ്നേഹിക്കുന്നു. മകൾ ഗീത അനാഥനായ മുരളിയെയാണ് സ്നേഹിക്കുന്നത്. മുരളിയെ മകനായി വളർത്തിയത് ഖദീജയാണ്. മൂത്ത മകൻ രഘു വർഷങ്ങളായി അച്ഛനോട് കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒരു നിർണായക നിമിഷത്തിൽ കൈമളിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. ആ വിവരം മറ്റാരെയും അറിയിക്കുന്നില്ല. അന്ധനായി ചമഞ്ഞ് സ്വന്തം മക്കളെ പരീക്ഷിക്കുന്നു. ആ കൗശലത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ദുരന്തം, ഒടുക്കം ഒരു ഹൃദയസ്തംഭനം. ആ അഹന്തയ്ക്ക് ജീവൻ കൊണ്ട് കൊടുക്കേണ്ടി വരുന്ന വില. ഇതൊരു ദുരന്ത നാടകം മാത്രമല്ല, ഒരു ധാർമ്മിക ചോദ്യം കൂടിയാണ്. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം കവരുന്നത് ഒരിക്കലും സ്നേഹമല്ല. ഈ ചിത്രത്തെ ചരിത്രത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഘടകങ്ങളിലൊന്ന് സത്യൻ്റെ ഇരട്ടവേഷമാണ്. കൈമളും രഘുവും ഒരേ ശരീരത്തിൽ രണ്ട് ധ്രുവങ്ങൾ, ഒരേ മനുഷ്യർ, രണ്ട് ജന്മങ്ങൾ. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു ദൗത്യം വേറെയില്ല. ഒരേ ശരീരത്തിൽ രണ്ട് വ്യക്തിത്വങ്ങൾ ആവിഷ്കരിക്കുക. സത്യൻ അത് അനായാസം ചെയ്തു. സത്യൻ തൻ്റെ കഥാപാത്രങ്ങളെ വേഷമണിഞ്ഞ് അഭിനയിക്കില്ല. അദ്ദേഹം അവയെ ജീവശ്വാസത്താൽ ആവിഷ്കരിക്കും. കൈമൾ മകളോടൊപ്പം ഇരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്.
ഒരൊറ്റ വാക്കുപോലും ഉരിയാടാതെ ഉള്ളിലുള്ള വ്യഥ മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുമുണ്ട്. ആ വർഷമായിരുന്നു കേരളത്തിൽ സിനിമാ അവാർഡുകൾ ആദ്യമായി നടപ്പിലാക്കിയത്. ആദ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം സത്യനായിരുന്നു. ആദ്യത്തെ മികച്ച നടൻ ആരെന്ന് ചോദിച്ചാൽ മലയാളിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: സത്യൻ. കടൽപ്പാലത്തിൽ. ഒരു സിനിമയും ഒരേ ഒരു നടനിലൂടെ നിലനിൽക്കില്ല. ബഹദൂറിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ വേഷം ഈ ചിത്രത്തിലേതാണ്. അപ്പു എന്ന വിശ്വസ്തനായ ഭൃത്യൻ. മനസ്സ് ഇരുഭാഗത്തേക്കും ചാഞ്ചാടേണ്ടി വരുന്ന, അനീതിക്ക് ഒത്താശ ചെയ്യാൻ നിർബന്ധിതനാകുന്ന ഒരു കഥാപാത്രം. അത്രയും നാൾ തമാശ കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരാൾ ഇത്രയും ഗഹനമായൊരു കഥാപാത്രം ഇത്രമേൽ മനോഹരമായി ചെയ്യുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഇതാണ് ഒരു നടൻ്റെ യഥാർത്ഥ ആഴം. പ്രേം നസീർ മുരളി എന്ന അനാഥനായി, മാനവികതയുടെ സന്ദേഹങ്ങളിൽ മുഴുകുന്നവനായി സിനിമയെ സമ്പന്നമാക്കുന്നു. അടൂർ ബാസി ഇതിൽ നാണുക്കുട്ടൻ നായരായി അഭിനയിക്കുന്നു. തമാശ മാറ്റിവെച്ച് ഒരു സ്വാർത്ഥ കഥാപാത്രത്തിൻ്റെ ഇരുട്ട് ഏറ്റുവാങ്ങുന്നു. കരുത്തോടെ നിൽക്കുന്നു അടൂർ പങ്കജത്തിൻ്റെ ഖദീജ. ജയഭാരതി, ഷീല, ഉമ്മർ, ശങ്കരാടി എല്ലാവരും അടുക്കിവെച്ച കല്ലുകൾ പോലെ. ഒന്നിളകിയാൽ ആ വീടാകെ തകരും. ഈ ചിത്രത്തിലെ ഈണങ്ങൾ ദേവരാജൻ മാസ്റ്റർ. ഓരോ ഈണവും ഓരോ ദൃശ്യമാണ്. ഓരോ ഈണം ആരംഭിക്കുമ്പോഴേക്ക് ഓരോ കാഴ്ചകളായി അത് മനസ്സിൽ തെളിഞ്ഞു വരും. വയലാർ രാമവർമ്മയുടെ വരികളാകട്ടെ ഒരു നദി പോലെ ഒഴുകും. ഒരു സംഭാഷണത്തിനും ഉൾക്കൊള്ളാനാകാത്ത ആഴം ഒരു ഗാനത്തിലൊതുക്കും. അതാണ് വയലാറിൻ്റെ ഭാഷ. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഓരോന്നും ഓരോ ഗീതങ്ങളാണ്. ഈ കടലും കടലും ഭൂമിയും മാനവും കടന്ന് 14 ലോകങ്ങൾ കാണാം. SP ബാലസുബ്രഹ്മണ്യം. കസ്തൂരി തൈലമിട്ട് മൂടി മീനുക്കി, പി മാധുരിയും സംഘവുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഒരു തറവാടിൻ്റെ ഉൾമുറ്റം ഈ ഗാനത്തിൽ തുടിക്കുന്നുണ്ട്. പഴമയുടെ കസ്തൂരിഗന്ധം. ഒപ്പനയുടെ ഈണവും ശാസ്ത്രീയ സംഗീതവും ഇഴചേർത്താണ് ദേവരാജൻ മാസ്റ്റർ ഈ സുന്ദരമായ ഗാനം ഒരുക്കിയിരിക്കുന്നത്. ഇത് കേവലം ഒരു ഗാനമല്ല, ദർശനമാണ്. കാളിദാസ കവിയെയും മനോഹര സങ്കല്പങ്ങളുടെ ഉജ്ജയിനിയെയും ഭാവാർദ്രമായ പ്രണയത്തെയും മലയാളിയുടെ മുന്നിൽ അണിയിച്ചു നിർത്തുന്നു. ഉജ്ജയിനി ഒരു പ്രാചീന നഗരം, ഒരു ഗായികയുടെ ഉൾത്താപങ്ങളിൽ, ദേവരാജൻ്റെ ഈണത്തിലും പി ലീലയുടെ മധുരശബ്ദത്തിലും എന്നേക്കുമായി ഒഴുകുന്ന പുഴയായി മാറുന്നു. പി ലീലയ്ക്കായിരുന്നു ഏറ്റവും നല്ല ഗായികക്കുള്ള ആദ്യ പുരസ്കാരം. മികച്ച സംഗീത സംവിധായകൻ ജി ദേവരാജൻ. മികച്ച ഗാനരചയിതാവ് വയലാർ രാമവർമ്മ. ഇരുവർക്കും സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് കടൽപ്പാലത്തിലൂടെയാണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചയാളാണെന്നും ലോക ക്ലാസിക്കുകൾ അനുഭവിച്ച ആളാണെന്നും ഈ സിനിമയിലെ 2 ഷോട്ടുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാഴ്ച തിരിച്ചു കിട്ടിയ കൈമൾ ആദ്യം കാണുന്ന കാഴ്ച ഇതാണ്. ഈ സിനിമയുടെ ഇതിവൃത്തം മുഴുവൻ ഈ ഒറ്റ ഷോട്ടിലുണ്ട്. കൈമൾ എന്ന കഥാപാത്രത്തിൻ്റെ വന്യത മുഴുവൻ ഈ ദൃശ്യത്തിലുണ്ട്. അധികാരത്തിൻ്റെയും അതീശത്വത്തിൻ്റെയും അടയാളമായി ഒരു കാളത്തല തലയ്ക്ക് പിന്നിൽ ഉയർന്നു നിൽക്കുന്നു. ഒരു നാടകത്തെ തിരശീലയിലേക്ക് കൊണ്ടുവരുന്നത് വലിയ വെല്ലുവിളിയാണ്. നാടകത്തിൻ്റെ ചുരുങ്ങിയിടത്തിലെ വൈകാരികോർജത്തെ സിനിമയുടെ വിശാലമായ ദൃശ്യഭൂമികയിൽ ആവിഷ്കരിക്കുക. വലിച്ചു നീട്ടാതെയും വൈകാരികത ചോരാതെയും KS സേതുമാധവൻ അത് ചെയ്തു. മെല്ലി ഇറാനിയുടെ മനോഹരമായ ഛായാഗ്രഹണം, KT മുഹമ്മദിൻ്റെ സംഭാഷണ ശൈലി, അതിലൊരിക്കലും ആഡംബര പ്രകടനമില്ല.
സ്വാഭാവികം, ജൈവം, കേരളീയം. തിരക്കഥയ്ക്കുള്ള ആദ്യ പുരസ്കാരം അങ്ങനെ KT മുഹമ്മദിന് ലഭിച്ചു. ആദ്യത്തെ സംസ്ഥാന അവാർഡുകളിൽ 5 കടൽപ്പാലം നേടി. മികച്ച സംഗീത സംവിധായകൻ G. ദേവരാജൻ, മികച്ച ഗാനരചയിതാവ് വയലാർ രാമവർമ്മ, മികച്ച ഗായിക P. ലീല, മികച്ച തിരക്കഥാകൃത്ത് KT മുഹമ്മദ്, മികച്ച നടൻ സത്യനായിരുന്നു. ഒറ്റ ചിത്രത്തിന് 5 അവാർഡുകൾ. അത് ഒരു ചിത്രത്തിൻ്റെ മാസ്റ്റർ ക്ലാസ് തെളിയിക്കുന്നുണ്ട്. ഈ ചിത്രം 1972 സമീൻ ആസ്മാൻ എന്ന പേരിൽ ഹിന്ദിയിൽ പുനർനിർമ്മിച്ചു. കടലെന്നും ജീവനോടെ തുടിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ കടൽ പോലെയാണ്, ശാന്തമാണ്, ആഴമുണ്ട്, ഒരു കൊടുങ്കാറ്റ് വരാം, ഒടുവിൽ ഒരു തീരമുണ്ടെന്ന പ്രതീക്ഷയുമുണ്ട്. കടൽപ്പാലം ഒരു പാലത്തിലുമധികം എന്തോ ആണ്. സ്നേഹം, ബന്ധം, ആധിപത്യം, സ്വാതന്ത്ര്യം, മനുഷ്യന് കുടുംബമുണ്ടായ കാലം മുതലേയുള്ള ചോദ്യങ്ങളാണ്. സത്യൻ്റെ തിളങ്ങുന്ന കണ്ണുകളും കടലും കടൽപ്പാലവും ഉജ്ജയിനിയും കാലം കൊണ്ടുപോയില്ല. നിങ്ങളെന്ത് പറയുന്നു? അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. യരലവിയിൽ ചിത്രകൂടം വീണ്ടും വരും. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കാളിദാസന്റെ കൽപ്രതിമ